ഞാനേ മട്ടന്നൂർ വന്നാൽ മട്ടന്നൂരിൽ നിന്ന് ഒരു ചായ കുടിക്കാതെ പോവില്ല. ചായ കുടിക്കുന്ന ഒരു കടയുണ്ട് മട്ടന്നൂർ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ പിറകിലാണ്. ആ ഒരു കട ഞാൻ കാണിച്ചു തരാം. ഇത് മട്ടന്നൂർ ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ എനിക്ക് ഒരു ചായ കുടിക്കണം തോന്നി. അങ്ങനെ 20 വർഷം പഴക്കമുള്ള ഒരു ചായക്കടയിലേക്കാണ് ഞാൻ പോകുന്നത്. 20 വർഷമായി ആ കട. അവിടുത്തെ ചായയെപ്പറ്റി പറഞ്ഞ ഒരു രക്ഷയില്ല, പറയാതിരിക്കാൻ വയ്യ, അത്രയും ഗംഭീര ചായയാണ്. ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട ബേക്കിൽ ഈ ഒരു വഴി ഇങ്ങനെ പോവുക. എന്നിട്ട് ഇവിടെ ഒരു പച്ചക്കറി കടയുണ്ട്, സോഡക്കടയുണ്ട്, അതുപോലെ ഓപ്പോസിറ്റ് ഒരു ATM സെൻ്ററുണ്ട്, അതുപോലെ മൊബൈൽ ഷോപ്പുണ്ട്. ഇതുവഴി ഇങ്ങനെ വരിക. ഇതാണ് നമ്മുടെ ടീ കട. അപ്പോൾ ചേച്ചിമാരിൽ ഇരുന്നിട്ട് ചായ കുടിക്കുന്നുണ്ട്. നമുക്ക് കഴിക്കാൻ കിട്ടുന്നത് എന്തൊക്കെയാണിത്? ഉള്ളിവട, പരിപ്പ് വട, പിന്നെ ഈ നടുക്ക് കാണുന്നത് എന്താ? പത്തല്. കണ്ണൂരിൻ്റെ പത്തല്. പിന്നെ ഉണ്ടക്കായ്, ഇലയട അല്ലേ? ഇലയട, ബോണ്ട, ഒരുപാട് ഐറ്റം ഉണ്ട്. പിന്നെ ഒരുപാട് എണ്ണക്കടി ഉണ്ട് കേട്ടോ. ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ മട്ടന്നൂർ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഈ ഒരു കടയിൽ നിന്ന് ചായ കുടിക്കാറുണ്ട്. അതുപോലെ ഞാൻ ചായ കുടിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഉണ്ടക്കായാണ് കഴിക്കുന്നത്. ചേട്ടൻ്റെ പേരെന്താ? വീട് എവിടെയാണ്? തില്ലങ്കേരിയാണല്ലേ? അടിപൊളി. എന്തായാലും നല്ലൊരു കാഴ്ചയാണ്. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിൻ്റെ ബാക്ക് സൈഡിൽ ആണ് ഈ ഒരു കട. മാർക്കറ്റൊക്കെ കണ്ടാണ്. അപ്പോൾ പറ്റുമെങ്കിൽ എല്ലാവരും വന്നിട്ട് ഇവിടുത്തെ ഒരു ചായ കുടിച്ച് അതിൻ്റെ ആ ടേസ്റ്റ് അറിയണം. നല്ല സ്ട്രോങ് ആയിരിക്കും. പിന്നെ വേറെ ഒരു ചേച്ചി ഉണ്ടായിരുന്നില്ലേ കൂടെ അല്ലേ? ഭാര്യ ഇന്നില്ല ആണോ? എന്തായാലും എല്ലാവരും വന്നിട്ട് നമ്മളെ എണ്ണക്കടി ഒരുപാട് കടിയുണ്ട്, എല്ലാം ഫ്രഷായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. 1:30 ഈ സമയത്ത് കുറച്ച് ഫ്രീ ആണ്. പിന്നെ അധികം ഏരിയ ഒന്നുമില്ല. എല്ലാവരും വന്നിട്ട് ചായ കുടിക്കും, പെട്ടെന്ന് പോകും. അതെ, ഉച്ചഭക്ഷണത്തിൻ്റെ ടൈം ആയതുകൊണ്ടാണ്. ഞാൻ പിന്നെ വേറൊരു വഴിക്ക് പോയിട്ട് വരുന്നതായതുകൊണ്ട് ഞാൻ കയറിയത. എന്തായാലും ഞാനിന്ന് ഉണ്ടക്കായി മാറ്റിയിട്ട് ഉള്ളിവടയാണ് വാങ്ങിയത്. ഉള്ളിവട കണ്ട നല്ല ചൂടോടെ, നല്ല മൊരിയായിട്ട്. പിന്നെ അതുപോലെ ചായ ഉണ്ട്. ചായ നല്ല സ്ട്രോങ്ങിൽ, നല്ല പാലും ഉണ്ടാകും, നന്നായിട്ട് പഞ്ചസാരയും അതുപോലെ തേയിലയും ഉണ്ടാകും. അടിപൊളി. ഈ ഒരു ചായ കുടിച്ചാൽ തലവേദനയും അതുപോലെ എല്ലാ ക്ഷീണവും പമ്പ കിടക്കും. അപ്പോൾ ഈ ഒരു ചേട്ടനോട് ഞാൻ ഒരു ചായക്ക് പറഞ്ഞിട്ടുണ്ട്. ചായ എടുക്കാതെ എന്തായാലും ചായ അടിപൊളി, നല്ല ചൂടും നല്ല സ്ട്രോങ്ങും നല്ല പാലും എല്ലാം കൂടിയുള്ള ഒരു ചായയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മട്ടന്നൂർ ബസ് സ്റ്റാൻഡിൽ വരുന്നുണ്ട് ഈ ഒരു ചായക്കട, മറക്കണ്ട. എന്തായാലും എല്ലാവരും വന്നിട്ട് ചായ കുടിക്കുക. അപ്പോൾ ബൈ. പിന്നെ ഈ ഷോപ്പ് തുറക്കുന്നത് ഏർലി മോർണിംഗ് 6:30 അല്ലേ? 6:30ക്ക് തുറക്കും. അതുപോലെ രാത്രി 8-8:30 വരെ ഉണ്ടാവും.